അടുത്ത നമ്മൾ നോക്കുന്നത് ഹാർഡ്വെയർ ആണ്. സോ ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫിസിക്കൽ ഡിവൈസസ് ആണ്, കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ ഡിവൈസ്. അപ്പം ഇതിനെ നമ്മൾ എന്താണ് കൂടുതലും നമ്മളുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു PC നിങ്ങൾ നോക്കിക്കേ, ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മളുടെ മോണിറ്റർ, നമ്മളുടെ കീബോർഡ്, നമ്മുടെ പ്രിൻ്റർ, മദർ ബോർഡ്, ഇതൊക്കെ നമുക്ക് ഹാർഡ്വെയർ ഡിവൈസസ് ആണ്. ഓക്കെ, സോ മെക്കാനിക്കൽ പാർട്ട്, കമ്പ്യൂട്ടറിൻ്റെ മെക്കാനിക്കൽ പാർട്സിന് നമ്മൾ ഹാർഡ്വെയർ എന്ന് വിശേഷിപ്പിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണ്? നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ ആ ഒരു ടാസ്കുകളെ വൃത്തിക്ക് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി കമ്പ്യൂട്ടറിന് ഇപ്പോൾ ഞാനൊരു ടാസ്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നോട്ട് പാഡിൽ പോയിട്ട് എനിക്ക് കുറച്ച് ആൽഫബറ്റ്സ് എഴുതണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്കിനെ പെർഫോം ചെയ്യാനായിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഈ പ്രോഗ്രാംസും ഡോക്യുമെൻറ്റ്സിനൊക്കെ ഒരു കളക്ഷനാണ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടും സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട്. അങ്ങനെ പല പ്രോഗ്രാംസിൻ്റെ കളക്ഷനെ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. സോഫ്റ്റ്വെയറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇപ്പം എനിക്ക് ഒരു ഇപ്പം എനിക്ക് ഒരു കമ്പ്യൂട്ടറിൽ എനിക്കിപ്പോൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഞാൻ ലാപ്ടോപ്പ് തുറന്നു. നേരെ എനിക്ക് നോട്ട് പാഡ് കാണത്തില്ല. ഞാൻ പവർ ബട്ടൺ ഓണാക്കണം. എന്നിട്ട് എനിക്കൊരു വിൻഡോസ് ഓപ്പൺ ആവണം. ആ വിൻഡോസിൽ നിന്നുമാണ് ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ, നോട്ട് പാഡ് എന്നുള്ള ആപ്ലിക്കേഷനെ ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. സോ ആപ്ലിക്കേഷനും യൂസറിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും ഇടയിലുള്ള ആ ഒരു ബ്രിഡ്ജിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവർ യൂഷ്വലി ലോ ലെവൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജസിലായിരിക്കും നമ്മൾ എഴുതുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ റിസോഴ്സസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സിസ്റ്റത്തിൻ്റെ റിസോഴ്സസ് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ യൂസറിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ഇടയിൽ നിൽക്കുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞു, നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴത്തേനും അത് ബൂട്ട് ചെയ്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ കാണും. അത് ബൂട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാണ്. നമ്മൾക്ക് വിൻഡോസിൽ ഇപ്പോൾ പാസ്വേഡ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂസറിൻ്റെ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ നമുക്ക് അറിയാം. വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസർ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അതായത് ഞാൻ പറഞ്ഞു, എനിക്ക് നോട്ട് പാഡിൽ എനിക്ക് ഒരു ഇൻഫർമേഷൻ എനിക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓണാക്കി. ഓക്കെ, ഇനി എനിക്കൊരു ആപ്പ് ഉണ്ടാവുമല്ലോ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളത് ആപ്പ് എന്നുള്ള ഒരു ആംഗിൾ നിങ്ങൾ കണ്ടോ. അപ്പം ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പോയി ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനുമായിരിക്കും എനിക്ക് കിട്ടുന്നത്? എനിക്ക് നോട്ട് പാഡ് എന്ന് പറഞ്ഞിങ്ങനെ തുറന്നു വരുന്നത്. അതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ നമുക്ക് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടായിരിക്കും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എഴുതുന്നത്. അത് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വേർഡ് പ്രോസസ്സിങ്ങിനായിട്ട് MS വേർഡോ PPT ആഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലാണ് വരുന്നത്. അതായത് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം റിസോഴ്സസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് ചെയ്യാനുമായിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സ്പെസിഫിക് ടാസ്കിന് മാത്രമാണുള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ലോ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതുമ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതുന്നു. ഇത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളുമൊക്കെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ് വരുന്നത്. ഇത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് എനിക്ക് നോട്ട് പാഡ് എനിക്ക് ഏതൊരു സിസ്റ്റത്തിലും തുറക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ലിനക്സിലേ തുറക്കാവൂ, വിൻഡോസിലേ തുറക്കാവൂ എന്നൊന്നും ഇല്ല. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്, സ്പെസിഫിക് പർപ്പസ് ആണിത്. ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് ഓടാനായിട്ട് സാധിക്കില്ല. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ടാബിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സിസ്റ്റത്തിനകത്ത് നോട്ട് പാഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, അല്ലേ? സിസ്റ്റം റൺ ചെയ്യാണ്ടിരിക്കത്തൊന്നുമില്ല.
പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ സിസ്റ്റം ടേൺ ഓഫ് ചെയ്യുമ്പോഴത്തേനും ടേൺ ഓഫ് ആവും. എന്നാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ യൂസറിൻ്റെ റിക്വസ്റ്റിനനുസരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നൊരു സംഭവമാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയായിരുന്നു അല്ലേ, ലോ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പം ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. അതായത് മെഷീന് മനസ്സിലാകാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. അപ്പം അതിന് നമ്മളെങ്ങനെയാണ് കളക്ഷൻസ് ഓഫ് ബിറ്റ്സ്, സീറോസ് ആൻഡ് വൺസ്. അപ്പോൾ കമ്പ്യൂട്ടറിന് സീറോസ് ആൻഡ് വൺസ് മാത്രമേ റീഡ് ചെയ്യാനും ഇൻറ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പം അതാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ഡയറക്റ്റായിട്ട് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ എനിക്കൊരു പ്രോഗ്രാമിംഗ് കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ ഞാൻ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതി 01 എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം കമ്പ്യൂട്ടറിന് ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാവും. ഇത് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലെവലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന സാധനം ചിലപ്പോൾ വേറൊരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വേറൊരു കമ്പ്യൂട്ടറിൽ, വേറൊരു പ്രോസസ്സറുള്ള കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എഗെയിൻ ഞാനൊരു മനുഷ്യനാണ്, അപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ എഴുതാനായിട്ട് പറ്റാവുന്നതും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. എററിനുള്ള ചാൻസസ് ഹൈ ആണ്. അസംബ്ലി ലാംഗ്വേജ് ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഇതാ ഹൈ ലെവലുമല്ല ലോ ലെവലിലുമല്ല എന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് പ്രോസസ്സറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് എഴുതുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ചെറുതായിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ആബ്രിവേഷൻസ് അല്ലെങ്കിൽ നീമോണിക്സ് എന്ന് പറയും, ഇത് യൂസ് ചെയ്ത് എഴുതുന്നതാണ് അസംബ്ലി ലാംഗ്വേജ്. അപ്പം നമുക്ക് മനുഷ്യർക്ക് എളുപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജസ് എഴുതുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആഡ് 3 and 2 അല്ലെങ്കിൽ 2 and 3 എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് അവർ അസംബ്ലി ലാംഗ്വേജിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആഡ് 2, 3. അപ്പോൾ ഇത് ഞാൻ വായിക്കുമ്പോഴത്തേനും നമുക്കറിയാം ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. അഡീഷനാണ് ഇവരുടെ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ. ലോഡ് എ, സബ് എ, ബി, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ടേംസിൽ എഴുതി വിടുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈസിയാണ്. പക്ഷേ എഗെയിൻ നമുക്ക് ഈ ഒരു അസംബ്ലി കോഡിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സിസ്റ്റത്തിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് പ്രോസസ്സറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ്. ഇനി ഇവിടെ അസംബ്ലി ലാംഗ്വേജ് സോഴ്സ് കോഡാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെഷീൻ കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അസംബ്ലറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അസംബ്ലർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിനാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഹ്യൂമൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് കോഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഈസി ആയിരിക്കും. അപ്പം പോർട്ടബിളാണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എഗെയിൻ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ സിസ്റ്റത്തിന് അത് മനസ്സിലാവും. കാരണം സിസ്റ്റത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ 0s and 1s മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ലെവലിൽ എഴുതി കഴിഞ്ഞാലും അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റർപ്രറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പൈലേഴ്സ്. ഓക്കെ, ഈ 2 ട്രാൻസ്ലേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഹൈ ലെവൽ ടു ലോ ലെവൽ ലാംഗ്വേജസിൻ്റെ കൺവേർഷനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് C++, ജാവ, പൈത്തൺ ഒക്കെ നമുക്ക് വരും. നമ്മൾ നേരത്തെ നോക്കിയത് ട്രാൻസ്ലേറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് 3 ട്രാൻസ്ലേറ്റേഴ്സ് ആയിരുന്നു നമ്മൾ നോക്കിയത്. ഒന്നെന്ന് പറയുന്നത് അസംബ്ലി, അടുത്തതെന്ന് പറയുന്നത് അസംബ്ലർ, അടുത്തത് ഇൻറ്റർപ്രറ്റർ, പിന്നെ കമ്പൈലർ. അപ്പം ആദ്യമേ നമ്മൾ നോക്കുന്നത് കമ്പൈലറാണ്. ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ലാംഗ്വേജിനെ വേറൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് അഡീഷണൽ ആയിട്ടൊരു ഫങ്ഷൻ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതും ഇവരുടെ ഒരു ഫങ്ഷനാലിറ്റിയാണ്. അപ്പം ആദ്യമേ നമുക്ക് കമ്പൈലർ എന്താണെന്നുള്ളത് നോക്കാം.
കമ്പൈലേഴ്സും ഇൻ്റർപ്രറ്റേഴ്സും എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ യൂഷ്വലി C പ്രോഗ്രാം എഴുതുമ്പോഴത്തേനും നമുക്ക് Gedit എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ടാബ് കാണും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എഡിറ്ററാണ്. ഓക്കെ, എഡിറ്ററിൽ നമ്മൾ എന്താണ്, നമ്മൾ കോഡ് എഴുതും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും GCC, ദിസ് ഇസ് മൈ കമ്പൈലർ. സോ ഈ കമ്പൈലർ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഈ ഒരു ഫയലിനെ, എൻ്റെ ഒരു കോഡിനെ ഇവർ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർഷൻ ഉണ്ട്. കൺവേർഷൻ കഴിഞ്ഞിട്ട് എന്താണ് നടക്കുന്നത്? കൺവേർഷൻ കഴിഞ്ഞിട്ട് ഇവർ ചെക്ക് ചെയ്യും, ചെക്കിങ് ഫോർ എറേഴ്സ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കമ്പൈലറിൽ ചെയ്യുന്നതാണ്. ഇൻ്റർപ്രിറ്ററിനും കമ്പൈലറിൻ്റെ സെയിം എന്താണ് മോട്ടീവാണ് ഉള്ളത്. പക്ഷേ ഇവർ തമ്മിൽ ഒരു ഡിഫറൻസേ ഉള്ളൂ. കമ്പൈലർ അറ്റ് എ ടൈം ഒരു എൻറ്റയർ പാരഗ്രാഫ്സിനെ കമ്പൈൽ ചെയ്യുമ്പം ഇൻ്റർപ്രിറ്ററിന് ലൈൻ ബൈ ലൈൻ ആയിരിക്കും മൂവ് ചെയ്യുക. നമുക്ക് ഇൻ്റർപ്രിറ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ പൈത്തൺ JVM അല്ലെങ്കിൽ ജാവ വെർച്വൽ മെഷീൻ, നമ്മൾ ജാവ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ ഇൻ്റർപ്രിറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അസംബ്ലർ നമ്മൾ പറഞ്ഞു, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാണ് അസംബ്ലർ ചെയ്യുന്നത്. ഇനി കമ്പൈലർ ഇൻ്റർപ്രിറ്ററിൻ്റെ ഡിഫറൻസസ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു എൻറ്റയർ പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ എനിക്കൊരു കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡിനെ എൻറ്റയറായിട്ട് എന്താണ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മൾ കമ്പൈലർ ചെയ്യുന്നത്. ഇൻ്റർപ്രിറ്റർ എന്താണ് ചെയ്യുന്നത്? കോഡിന് കുറേ ലൈൻസ് ഉണ്ടാവുമല്ലോ, ഓരോ ലൈൻ എടുത്തിട്ടായിരിക്കും മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ജനറേഷൻ വരും. ഇതങ്ങനെ വരത്തില്ല. അതായത് നമ്മൾക്ക് നമ്മളുടെ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫയൽ ജനറേഷൻ ഇൻ്റർപ്രിറ്ററിൻ്റെ കേസിൽ വരത്തില്ല. കമ്പൈലേഷൻ എക്സിക്യൂഷന് മുൻപാണ് ചെയ്യുന്നത്. കമ്പൈലേഷനും എക്സിക്യൂഷനും സൈമൾട്ടേനിയസ്ലിയാണ് ഇവിടെ വരുന്നത്. ഫാസ്റ്ററാണ് ഇവിടെ സ്പീഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് മൊത്തത്തിൽ അറ്റ് എ ടൈമിൽ എടുത്താണ് ചെയ്യുന്നത്. എന്നാൽ ഇൻ്റർപ്രിറ്ററിൻ്റെ കേസിൽ അത് സ്ലോ ആണ് വരുന്നത്. എല്ലാ എറേഴ്സിനെയും നമ്മൾ അറ്റ് എ ടൈമിലാണ്. ഇപ്പോൾ ഞാനൊരു പാരഗ്രാഫ്, ഞാൻ പറഞ്ഞു ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് കോഡ് നമ്മൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ അറ്റ് എ ടൈമിലാണ് എല്ലാം കൂടി എടുത്ത് എറേഴ്സ് ചെക്ക് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഓരോ ലൈനിൽ ഇപ്പം ഞാൻ ആദ്യമേ int A എന്നെഴുതി, എന്നിട്ട് print F ഹലോ വേൾഡ് എന്ന് എഴുതി. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു 2 ലൈനാണ്. നിങ്ങൾ ടെൻഷനാണ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുക എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ എറേഴ്സ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ മൊത്തം എറർ ചെക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം int Aക്ക് പകരം int A അല്ല വേണ്ട int എന്ന് വെച്ചാൽ ഞാൻ ഇൻറ്റിന് പകരം int F A എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അപ്പം ഞാൻ എൻ്റെ കമ്പൈലർ മൊത്തം ചെക്ക് ചെയ്യുമ്പോഴത്തേനും ഞാൻ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൺവേർട്ട് ചെയ്യും. ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞേച്ച് അവസാനമാണ് ഫസ്റ്റ് ലൈൻ എറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ലൈൻ 1 എറർ എന്ന് കാണിക്കും. എന്നാൽ ഇൻ്റർപ്രിറ്റർ എന്താണ് ചെയ്യുന്നത്? ഇൻ്റർപ്രിറ്റർ താഴത്തെ ലൈൻ വായിക്കത്തില്ല. ഫസ്റ്റ് 1 വായിച്ചിട്ട് ഓക്കെ ഇവിടെ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതോ പറയും, അടുത്ത ലൈൻ താഴോട്ട് വായിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കുറച്ചുകൂടി കൂടുതലെടുക്കും. എന്നാൽ എറർ ഡിറ്റക്ഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും എവിടെ? ഇൻ്റർപ്രിറ്ററിൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്.